അപ്പം നിയാസിനമൈഡ് സിറം എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ശരി, നമുക്ക് നിയാസിനമൈഡ് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് വരും, എല്ലാവർക്കും അറിയാം. പക്ഷേ അതിൻ്റെ കൂടെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് കൂടെ നോക്കാം. അതിനുവേണ്ടി ആദ്യമായിട്ട് എൻ്റെ കയ്യിലൂടെ ഒരു പാഴ്സൽ ഇപ്പോൾ പുതുതായിട്ട് ആമസോണിൽ വന്നിട്ടുണ്ട്. നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് എൻ്റെ മോയ്സ്ചറൈസറും സൺസ്ക്രീനുമാണ്. ഇത് ഡീകൺസ്ട്രക്റ്റിൻ്റെ 50 SPF PA++++, 4+ ഉള്ള ജെൽ സൺസ്ക്രീനാണ്. ഇത് ഡോട്ട് ആൻഡ് കീയുടെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ്. ഇത് രണ്ടുമാണ് ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ നിയാസിനമൈഡ് സിറം ഞാൻ തന്നെ ഉണ്ടാക്കി യൂസ് ചെയ്യുന്നതിൻ്റെ കൂടെ ഇതും ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യും. ഇപ്പോൾ ഏകദേശം 1.5 വർഷത്തോളം ഞാൻ ആ സിറം ഉണ്ടാക്കി യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ സ്കിന്നിന് നല്ല റിസൾട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിന് കോംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സാധനങ്ങൾ ഞാൻ കമ്പൽസറി ആയിട്ട് യൂസ് ചെയ്യും. ഞാൻ ഹാബിച്വലാക്കിയിട്ടുള്ള എൻ്റെ ഒരു സ്കിൻ കെയർ റുട്ടീനും കൂടെ ഇതിലൂടെ പറഞ്ഞതായി. രാത്രിയും രാവിലെയും നമ്മൾ ക്ലെൻസ് ചെയ്യുക. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഡെർമാക്കോയിൻ്റെ നിയാസിനമൈഡ് ഫേസ് വാഷാണ്. ഇത് ഓയിലി സ്കിന്നുകാർക്ക് വേണ്ടി പ്രത്യേകമുള്ളതാണ്. എല്ലാ കോമ്പിനേഷൻ സ്കിന്നിനും, സെൻസിറ്റീവ് സ്കിന്നിനും, നോർമൽ സ്കിന്നും എല്ലാം ക്ലെൻസസ് വേണ്ടിയാണ്. അതുപോലെ ഡീകൺസ്ട്രക്റ്റിൻ്റെ സൺസ്ക്രീന് എല്ലാ സ്കിൻ ടൈപ്പിനും വേണ്ടിയുള്ളതാണ്. ഈ ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസർ ഓയിലി സ്കിന്നിന് വേണ്ടിയുള്ളതാണ്. ഇതും എല്ലാ സ്കിന്നിനും വേണ്ടിയുള്ള മോയ്സ്ചറൈസേഴ്സ് വാങ്ങിക്കാൻ കിട്ടും. ഇനി ഞാൻ എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ കാണിച്ചു തരാം. ആദ്യത്തെ നമ്മൾ ക്ലെൻസർ കൊണ്ട് ഫേസ് കഴുകും. അതിനുശേഷം ഒരു ഡ്രൈ ആയിട്ടുള്ള ടവൽ കൊണ്ട് നന്നായിട്ട് മുഖമൊന്ന് പാറ്റ് ഡ്രൈ ചെയ്യാം. ശേഷം ആദ്യം നമ്മൾ നിയാസിനമൈഡ് സിറം കയ്യിലെടുക്കുക. ഞാനത് അത്യാവശ്യം എല്ലായിടത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും. അതിനുശേഷം മോയ്സ്ചറൈസർ. ഞാൻ മോയ്സ്ചറൈസർ ഈ ഒരു എമൗണ്ടിലാണ് എടുക്കാറ്. അതും നന്നായിട്ട് മുഖത്ത് ഞാൻ ഇമൾസിഫൈ ചെയ്തങ്ങ് തേച്ച് പിടിപ്പിക്കും. സൺസ്ക്രീൻ ഞാൻ ഏകദേശം ഈ ഒരു എമൗണ്ടിലാണ് സൺസ്ക്രീൻ എടുക്കാറ്. ഞാൻ തേക്കുന്ന മെത്തേഡൊന്നും ശരിയില്ല എന്നെല്ലാവരും പറയാറുണ്ട്. പക്ഷേ ഐ ഡോണ്ട് കെയർ. എനിക്ക് എൻ്റെ മുഖത്തേക്ക് സാധനം എത്തിയാൽ മതി. ഈ സൺസ്ക്രീൻ തേക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ ഈ സൺസ്ക്രീനിനകത്ത് നിന്ന് തന്നെ കിട്ടും. അതായത് സൺസ്ക്രീൻ തേക്കുമ്പോഴത്തേക്കും വളരെ നാച്ചുറലായിട്ട് തോന്നിക്കുന്ന ഒരു ബ്രൈറ്റ്നസ് സൺസ്ക്രീനിൽ കിട്ടും. അപ്പോൾ ആക്ച്വലി നമ്മൾ കൂടുതൽ പ്രൊഡക്ട്സ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സൺസ്ക്രീൻ മോയ്സ്ചറൈസർ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മുഖം നല്ല ക്ലിയർ ആയിട്ടിരിക്കും. ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങി യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രൊഡക്ട്സിൻ്റെ എല്ലാം ഒരു സ്റ്റോർ ഫ്രണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ എൻ്റെ ബയോയിൽ ആഡ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ. നമ്മ ഭാഗം.